ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ ധാരാവിയെക്കുറിച്ചാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണ് ധാരാവി. 600 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ധാരാവി റീഡെവലപ്മെന്റ് പ്രൊജക്ട് അഥവാ ധാരാവി പുനരുദ്ധാരണ പദ്ധതി ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. എന്താണ് ഈ പദ്ധതി? ഇതിന്റെ ചരിത്രം എന്താണ്? അദാനി ഗ്രൂപ്പ് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇതിനു മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ധാരാവിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ധാരാവി വെറും ഒരു താമസ സ്ഥലം മാത്രമല്ല, അതൊരു വലിയ ബിസിനസ് ഹബ്ബ് കൂടിയാണ്. ഏകദേശം 25,000 കോടി രൂപയുടെ ബിസിനസ് ഓരോ വർഷവും ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ലെതർ ഇൻഡസ്ട്രി, മൺപാത്ര നിർമ്മാണം, വസ്ത്രനിർമ്മാണം തുടങ്ങി നിരവധി ചെറുകിട വ്യവസായങ്ങൾ ഇവിടെയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെയും അവരുടെ ബിസിനസ്സുകളെയും മാറ്റി പണിയുക എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിക്ക് നോ ഈസി ഗോൾ അഥവാ എളുപ്പമല്ലാത്ത ലക്ഷ്യം എന്ന പേര് വന്നിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ചരിത്രം ഇന്നലെ തുടങ്ങിയതല്ല. ഇതിന് ഏകദേശം 40 വർഷത്തെ പഴക്കമുണ്ട്. 1985-ലാണ് ഇതിന്റെ ആദ്യത്തെ ആലോചനകൾ തുടങ്ങിയത്. അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയം. കോൺഗ്രസ് പാർട്ടിയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയമായിരുന്നു അത്. രാജീവ് ഗാന്ധി മുംബൈയിൽ വരികയും ധാരാവി സന്ദർശിക്കുകയും ചെയ്തു. അന്ന് ധാരാവിയിലെ പ്രശസ്തനായ വരദരാജൻ മുതലിയാറായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചത് എന്ന് ചരിത്രം പറയുന്നു. അന്ന് മുതലാണ് ധാരാവിയിലെ ചേരികൾ മാറ്റി അവിടെ നല്ല കെട്ടിടങ്ങൾ പണിയണമെന്ന ആശയം വന്നത്. പക്ഷേ അതൊരാശയമായി തന്നെ അവശേഷിച്ചു. പിന്നീട് പല സർക്കാരുകൾ വന്നു. പലരും പല പദ്ധതികളും കൊണ്ടുവന്നു. പക്ഷേ ഒന്നും നടന്നില്ല. 2004-ൽ മുകേഷ് മേത്ത എന്ന ആർക്കിടെക്ട് പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നു. അമേരിക്കയിൽ നിന്നുള്ള ഇദ്ദേഹം ധാരാവിയെ മാറ്റാനുള്ള വലിയൊരു രൂപരേഖ തയ്യാറാക്കി. പക്ഷേ അതും പേപ്പറിൽ തന്നെ ഒതുങ്ങി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 2016-ൽ ഫട്നാവിസ് സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ വീണ്ടും ഇതിനായി ശ്രമിച്ചു. അവർ ആഗോളതലത്തിൽ ടെൻഡർ വിളിച്ചു. ലോകത്തെ വലിയ കമ്പനികളെ ക്ഷണിച്ചു. 5 തവണ സമയം നീട്ടി നൽകിയിട്ടും ആരും തന്നെ മുന്നോട്ട് വന്നില്ല. കാരണം ധാരാവിയിലെ പ്രശ്നങ്ങൾ അത്രത്തോളം വലുതാണ്. അവിടെയുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഇനി നമുക്ക് 2018-ലേക്ക് വരാം. ഈ വർഷമാണ് പദ്ധതിക്ക് വലിയൊരു വഴിത്തിരിവുണ്ടായത്. സർക്കാർ വീണ്ടും ടെൻഡർ വിളിച്ചു. ഇത്തവണ സെക്ലിംഗ് എന്നൊരു കൺസോർഷ്യം മുന്നോട്ട് വന്നു. അബുദാബി ആസ്ഥാനമായുള്ള ഒരു ഫണ്ടായിരുന്നു ഇതിന് പിന്നിൽ. അവർ 7,200 കോടി രൂപയുടെ ബിസിനസ് പ്ലാൻ സമർപ്പിച്ചു. അന്ന് അദാനി ഗ്രൂപ്പും ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ താൽപ്പര്യം കാണിച്ചിരുന്നുവെങ്കിലും സീലിംഗ് ആയിരുന്നു ഏറ്റവും വലിയ തുക വാഗ്ദാനം ചെയ്തത്. എന്നാൽ ആ ടെൻഡർ പിന്നീട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ അറിയണം. സീലിംഗ് ടെൻഡർ നേടിയതിനു ശേഷമാണ് റെയിൽവേയുടെ ഭൂമിയുടെ കാര്യം ചർച്ചയായത്. ധാരാവിയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേയുടെ 45 ഏക്കർ സ്ഥലം കൂടി ഈ പദ്ധതിക്ക് ആവശ്യമാണ് എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കാരണം നിലവിൽ ധാരാവിയിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ സ്ഥലമില്ല. ആദ്യം കുറച്ച് ആളുകളെ മാറ്റിയാൽ മാത്രമേ അവിടെ കെട്ടിടം പണിയാൻ സാധിക്കൂ. അതിനായി റെയിൽവേയുടെ സ്ഥലം അത്യാവശ്യമായിരുന്നു. എന്നാൽ സീലിംഗ് നൽകിയ ടെൻഡറിൽ ഈ റെയിൽവേ ഭൂമിയുടെ കാര്യം ഉണ്ടായിരുന്നില്ല. റെയിൽവേ ഭൂമി കൂടി ഉൾപ്പെടുത്തുമ്പോൾ പദ്ധതിയുടെ മുഴുവൻ രൂപവും മാറും. അതുകൊണ്ട് പഴയ ടെൻഡർ റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനെതിരെ സീലിംഗ് കോടതിയിൽ പോയെങ്കിലും പദ്ധതി സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല. അങ്ങനെ 2022-ൽ വീണ്ടും പുതിയ ടെൻഡർ വിളിച്ചു. ഇത്തവണ റെയിൽവേ ഭൂമി കൂടി ഉൾപ്പെടുത്തിയാണ് ടെൻഡർ വിളിച്ചത്. ഈ ടെൻഡറിൽ പ്രധാനമായും 2 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അദാനി ഗ്രൂപ്പും 2 DLF ഗ്രൂപ്പും. നമാൻ ഗ്രൂപ്പ് എന്നൊരു കമ്പനി കൂടി ഉണ്ടായിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അവർ പുറത്തായി. ഒടുവിൽ 5,069 കോടി രൂപ വാഗ്ദാനം ചെയ്ത് അദാനി ഗ്രൂപ്പ് ഈ ടെൻഡർ സ്വന്തമാക്കി. അങ്ങനെയാണ് ഗൗതം അദാനി ധാരാവിയിലേക്ക് വരുന്നത്. ഇപ്പോൾ ധാരാവി റീഡെവലപ്മെന്റ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ DRPPL എന്നൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അഥവാ SPV ആണ്. ഈ കമ്പനിയിൽ 80% ഓഹരി അദാനി ഗ്രൂപ്പിനാണ്. ബാക്കി 20% മഹാരാഷ്ട്ര സർക്കാരിനും. ഇതാണ് ഈ പദ്ധതിയുടെ രീതി. പണം മുടക്കുന്നതും പണി നടത്തുന്നതും അദാനി ഗ്രൂപ്പാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും. DRPPL CEO ആയി SVR ശ്രീനിവാസ് എന്ന IAS ഉദ്യോഗസ്ഥനെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. എന്താണ് അദാനിയുടെ പ്ലാൻ? ഗൗതം അദാനി പറയുന്നത് അദ്ദേഹം ധാരാവിയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കുമെന്നാണ്. വെറും കെട്ടിടങ്ങൾ പണിയുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അവിടെയുള്ള ജനങ്ങൾക്ക് അന്തസ്സുള്ള ജീവിതം നൽകുക എന്നതാണ് പ്രധാനം. ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ അവിടെയുണ്ട്. അവർക്ക് നല്ല വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പാർക്കുകൾ എന്നിവയെല്ലാം നൽകും. നിലവിൽ അവിടെയുള്ള ആളുകൾക്ക് 350 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ നൽകാനാണ് തീരുമാനം. ഇത് സാധാരണ ചേരി വികസന പദ്ധതികളിൽ നൽകുന്നതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ ഈ പദ്ധതിക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നതാണ്. അവിടെയുള്ള പല ആളുകളും ഭയത്തിലാണ്. തങ്ങൾക്ക് വീട് ലഭിക്കുമോ അതോ തങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുമോ എന്ന പേടി അവർക്കുണ്ട്.
ഇതിനെ മുതലെടുക്കാൻ പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗം വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അദാനിക്ക് ധാരാവി വിട്ടുകൊടുക്കരുത് എന്നാണ് അവർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന സർവേ വലിയൊരു പ്രശ്നമാണ്. ഓരോ വീട്ടിലും കയറി വിവരങ്ങൾ ശേഖരിക്കണം. ഓരോ വീടിനും നമ്പർ നൽകി അവിടെ ആരൊക്കെ താമസിക്കുന്നു എന്ന് കണക്കാക്കണം. എന്നാൽ പലരും ഉദ്യോഗസ്ഥരെ വീടിനകത്തേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ല. തങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ അത് തങ്ങൾക്ക് തന്നെ ദോഷമാകുമെന്ന് അവർ ഭയക്കുന്നു. എന്നാൽ സിഇഒ ശ്രീനിവാസ് പറയുന്നത് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. എല്ലാവർക്കും വീട് ലഭിക്കും എന്നാണ് അദ്ദേഹം ഉറപ്പു നൽകുന്നത്. ഇവിടെ എലിജിബിൾ എന്നും ഇന്നെലിജിബിൾ എന്നും രണ്ട് വിഭാഗങ്ങളുണ്ട്. 2000-ന് മുൻപ് ധാരാവിയിൽ താമസമാക്കിയവർക്ക് സൗജന്യ വീട് ലഭിക്കും. അതിനുശേഷം വന്നവർക്ക് ഇന്നെലിജിബിൾ അഥവാ അർഹതയില്ലാത്തവർ എന്നൊരു ലേബൽ വരും. ഇവർക്ക് സൗജന്യ വീട് ലഭിക്കില്ല. പകരം അവർക്ക് കുറഞ്ഞ വാടകയ്ക്ക് വീടുകൾ നൽകാനാണ് പദ്ധതി. ഇതാണ് വലിയ തർക്കങ്ങൾക്ക് കാരണം. 2011 വരെ ഉള്ളവർക്ക് വീട് നൽകണം എന്ന് ചിലർ ആവശ്യപ്പെടുന്നു. എന്നാൽ സർക്കാർ പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കും എന്നാണ്. ആരെയും വഴിയിൽ ഇറക്കി വിടില്ല എന്ന് മുഖ്യമന്ത്രി ഫട്നാവിസും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സാമ്പത്തിക വശങ്ങൾ നോക്കാം. അദാനി ഗ്രൂപ്പ് ഇതിൽ നിന്ന് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? അവിടെയാണ് TDR അഥവാ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ്സ് എന്ന വാക്ക് വരുന്നത്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അദാനി ഗ്രൂപ്പ് ധാരാവിയിൽ സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. ഇതിന് അവർക്ക് കോടിക്കണക്കിന് രൂപ ചിലവാകും. ഈ പണം തിരിച്ചു പിടിക്കാൻ സർക്കാർ അവർക്ക് TDR നൽകും. അതായത് മുംബൈ നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കെട്ടിടങ്ങൾ പണിയാനുള്ള അവകാശം. അദാനിക്ക് ഈ അവകാശം മറ്റ് ബിൽഡർമാർക്ക് വിൽക്കാം. അതിലൂടെ പണം സമ്പാദിക്കാം. പക്ഷേ ഇതിലും വലിയൊരു നിയന്ത്രണം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടുകാലത്ത് TDR വിൽപ്പന രഹസ്യമായിട്ടായിരുന്നു നടന്നിരുന്നത്. ആർക്കൊക്കെ എത്ര TDR ഉണ്ട് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ BMC അഥവാ മുംബൈ കോർപ്പറേഷൻ ഇതിനായി ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ പോകുന്നു. ഇനി മുതൽ എല്ലാ TDR ഇടപാടുകളും ഈ വെബ്സൈറ്റ് വഴി മാത്രമേ നടക്കൂ. അദാനി ഗ്രൂപ്പിന് ഇതിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കില്ല. മാത്രമല്ല TDR വിറ്റ് കിട്ടുന്ന ലാഭത്തിന്റെ 20% സർക്കാരിന് നൽകണം. ബാക്കി 80% അദാനിക്ക് എടുക്കാം. ഈ പദ്ധതി മുംബൈയുടെ മുഖച്ഛായ തന്നെ മാറ്റും എന്നാണ് കരുതുന്നത്. ധാരാവി സ്ഥിതി ചെയ്യുന്നത് മുംബൈയുടെ ഒത്ത നടുക്കാണ്. ഇതിന് തൊട്ടടുത്താണ് BKC അഥവാ ബാന്ദ്ര കുർള കോംപ്ലക്സ് ഉള്ളത്. BKC എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. അവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് 1 ലക്ഷം രൂപ വരെ വിലയുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്തുള്ള ധാരാവിയിൽ വില വളരെ കുറവാണ്. ഈ അന്തരം കുറയ്ക്കാൻ പദ്ധതിക്ക് സാധിക്കും. ധാരാവിയും BKCയും തമ്മിൽ പാലങ്ങൾ വരും, മെട്രോ വരും. അങ്ങനെ ധാരാവി BKCയുടെ ഭാഗം പോലെയാകും. ധാരാവിയിലെ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നതും പ്രധാനമാണ്. കുബർവാഡ എന്നൊരു സ്ഥലമുണ്ട് ധാരാവിയിൽ. അവിടെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരാണ് താമസിക്കുന്നത്. അവർക്ക് ജോലി ചെയ്യാൻ തുറന്ന സ്ഥലം ആവശ്യമാണ്. അവരെ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിയാൽ അവരുടെ ജോലി നടക്കില്ല. അതുകൊണ്ട് അവർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പ്ലാനിൽ പറയുന്നു. അതുപോലെ ലെതർ ബിസിനസ് ചെയ്യുന്നവർക്കും പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടാകും. 10% സ്ഥലം കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. 5 വർഷത്തേക്ക് അവർക്ക് ടാക്സ് ഇളവുകൾ നൽകും. റെയിൽവേ ലാൻഡ് അഥവാ റെയിൽവേയുടെ ഭൂമി എങ്ങനെ ഉപയോഗിക്കും എന്നതും കൂടി നോക്കാം. 45 ഏക്കർ റെയിൽവേ ഭൂമിയാണ് ഇപ്പോൾ കൈവശമുള്ളത്. ഇവിടെ ആയിരിക്കും ആദ്യം കെട്ടിടങ്ങൾ പണിയുക. ഏകദേശം 13,000 കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റാൻ സാധിക്കും. ആദ്യം 3,000 കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റും. ബാക്കി വരുന്ന സ്ഥലത്ത് റെയിൽവേക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സുകളും ഓഫീസുകളും പണിയും. ഇങ്ങനെ ആളുകളെ മാറ്റുമ്പോൾ ധാരാവിക്കുള്ളിൽ സ്ഥലം ലഭിക്കും. അവിടെ അടുത്ത ഘട്ടം പണി തുടങ്ങും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. ഇതിന് ഏകദേശം 7 വർഷം മുതൽ 17 വർഷം വരെ സമയമെടുക്കും എന്നാണ് കരുതുന്നത്. SVR ശ്രീനിവാസ് എന്ന ഉദ്യോഗസ്ഥന്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം മുംബൈ മെട്രോയുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. വിരമിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തെ ഈ പദ്ധതിയുടെ തലവനായി നിയമിച്ചത്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഈ പദ്ധതിക്ക് ഗുണം ചെയ്യും എന്നാണ് സർക്കാർ കരുതുന്നത്. പദ്ധതി വേഗത്തിൽ തീർക്കാൻ അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകേണ്ടി വരും. ഗൗതം അദാനിക്ക് ഈ പദ്ധതിയിലൂടെ എന്തു ലഭിക്കും? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റീഡെവലപ്മെന്റ് പദ്ധതി ചെയ്തതിന്റെ പേര് അദ്ദേഹത്തിന് ലഭിക്കും. കൂടാതെ മുംബൈ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ വലിയൊരു സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അദാനിയുടെ മകൻ പ്രണവ് അദാനിയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം അഹമ്മദാബാദിൽ നിന്ന് ഇടയ്ക്കിടെ മുംബൈയിൽ വന്ന് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ ഡിസൈനാണ്. ലോക പ്രശസ്തരായ ആർക്കിടെക്റ്റുകളാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. ഹാഫീസ് കോൺട്രാക്ടർ, സാസാക്കി, ബുറോ ഹാപ്പോൾഡ് തുടങ്ങിയ വലിയ പേരുകൾ ഇതിന് പിന്നിലുണ്ട്. വെറും കോൺക്രീറ്റ് കാർഡുകൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് ഓപ്പൺ സ്പേസുകൾ, കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം പ്ലാനിലുണ്ട്. സിംഗപ്പൂർ മാതൃകയിലുള്ള വികസനമാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. രാഷ്ട്രീയമാണ് വലിയ പ്രശ്നം. BJP വിരുദ്ധ ചേരികൾ ഇതിനെ വലിയ ആയുധമാക്കുന്നുണ്ട്. അദാനിക്ക് വേണ്ടി മുംബൈയെ വിൽക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. എന്നാൽ അദാനി വെറും ഒരു കോൺട്രാക്ടർ മാത്രമാണെന്നും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാരാണെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നു. ഏത് പ്ലാൻ പാസാക്കണമെങ്കിലും സർക്കാരിന്റെ അനുമതി വേണം. അദാനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ സാധിക്കില്ല. ധാരാവിയിലെ ജനങ്ങളുടെ ആശങ്കകൾ മാറ്റാൻ അദാനി ഗ്രൂപ്പ് പല വഴികൾ നോക്കുന്നുണ്ട്.
അവർ ജനങ്ങളുമായി സംസാരിക്കുന്നു, അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഡിജിറ്റൽ സർവേ പൂർത്തിയായാൽ മാത്രമേ കൃത്യമായ ചിത്രം ലഭിക്കൂ. ആരൊക്കെയാണ് യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്ന് അപ്പോഴേ അറിയാൻ സാധിക്കൂ. അതുവരെ ഈ അഭ്യൂഹങ്ങൾ തുടരും. മുംബൈയുടെ വികസന പ്ലാനിൽ ധാരാവിക്ക് വലിയ സ്ഥാനമുണ്ട്. 2034 വരെയുള്ള മുംബൈ ഡെവലപ്മെന്റ് പ്ലാനിൽ ധാരാവിയിലെ സ്കൂളുകൾക്കും പാർക്കുകൾക്കും സ്ഥലം നീക്കിവെച്ചിട്ടുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കുക എന്നത് DRPPLന്റെ ഉത്തരവാദിത്തമാണ്. കൂടാതെ മെട്രോ ലൈൻ 11 ധാരാവിയിലൂടെ കടന്നുപോകും. CSMT മുതൽ ധാരാവി വരെ മെട്രോ നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതും ജനങ്ങൾക്ക് വലിയ ഉപകാരമാകും. ധാരാവി വികസനം എന്നത് ഇന്ത്യയുടെ മൊത്തം GDPയെ സഹായിക്കുന്ന ഒന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് 2030ഓടെ ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകും എന്നാണ്. അതിൽ മഹാരാഷ്ട്രയുടെ പങ്ക് വലുതാണ്. ധാരാവി മാറുന്നതോടെ മുംബൈയുടെ മുഖം മാറും. ടൂറിസം കൂടും, ബിസിനസ് കൂടും, അങ്ങനെ നാടിന് മൊത്തം ഗുണം ലഭിക്കും. പക്ഷേ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ, അതോ പഴയതുപോലെ പാതി വഴിയിൽ മുടങ്ങുമോ? അദാനിക്ക് ഈ വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കുമോ? രാഷ്ട്രീയ എതിർപ്പുകളെ മറികടക്കാൻ സാധിക്കുമോ? ഇതിനെല്ലാം ഉത്തരം കാലം നൽകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ധാരാവി പഴയ ധാരാവിയായി തുടരില്ല. മാറ്റം അനിവാര്യമാണ്. അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.